ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്നും ഞാൻ കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും നിങ്ങൾ മറക്കണ്ട കേട്ടോ. എല്ലാവർക്കും യൂസ്ഫുള്ളാകുന്ന ടിപ്സാണ്. ഞാനിതാ ഒരു പാത്രത്തിലേക്ക് കുറച്ച് കരിവേപ്പില കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഇതുപോലെ ഇല്ലി ഇടിച്ച് വെച്ചിട്ട്, നനക്കാൻ പാടില്ല കേട്ടോ, ഇല്ലി ഇടിച്ച് വെച്ചിട്ട് ഞാനിത് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാറുണ്ട്. ഒരുപാട് കാലം ഇത് കേടുകൂടാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുന്നേ ഉപയോഗിച്ചിരുന്നത് ഇതിലാദ്യം ഉണ്ട്, അതിൻ്റെ കൂടെ തന്നെയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഫ്രിഡ്ജിൽ നിന്ന് ഇപ്പം എടുത്തിട്ടുള്ളൂ, നിങ്ങൾക്ക് കണ്ടാൽ അറിയാൻ പറ്റും കേട്ടോ. ഇങ്ങനെയൊക്കെ എല്ലാവരും ഒന്ന് ഉപയോഗിച്ച് നോക്കൂ, നല്ല യൂസ്ഫുള്ളാകുന്നൊരു ടിപ്സ് തന്നെയാണ്. അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇതാ ഇവിടെ ഞാനൊരു ചെറിയൊരു അടപ്പുള്ള പാത്രം എടുത്തിട്ടുണ്ട്. കുറച്ച് പച്ചമുളക് കൊണ്ടുവന്നിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ അങ്ങാടിയിൽ നിന്ന് വന്നിട്ടേ ഉള്ളൂ കേട്ടോ. അങ്ങനെ പച്ചമുളക്, തക്കാളി, ഉരുളൻകിഴങ്ങ്, വെണ്ടക്ക ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് എങ്ങനെയാണ് ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെക്കുന്നത് എന്നാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ എല്ലാ പച്ചമുളകും ഞെട്ടിയിടിച്ചതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒരു അടപ്പുള്ള പാത്രത്തിലായിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഫ്രിഡ്ജിൽ ഒരുപാട് കാലം കേടുകൂടാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണേ. നല്ലൊരു യൂസ്ഫുൾ ട്രിപ്പാണ് കേട്ടോ ഇത്. അങ്ങനത്തെ എല്ലാ പച്ചമുളകും ഞാൻ ഇതിലേക്ക് വെച്ചിട്ട് ഇത് അടച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് എടുത്ത് വെക്കാനുള്ളത് വെണ്ടയ്ക്കയാണ് കേട്ടോ. വെണ്ടയ്ക്ക ഒരു കവർ എടുത്തിട്ട് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരാഴ്ച 2 ആഴ്ച ഒക്കെ ഇതുപോലെ നമ്മൾ കെട്ടി വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ. ഫ്രിഡ്ജിൽ കെട്ടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ കേടുകൂടാതെ ഒരുപാട് കാലം സൂക്ഷിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്നിങ്ങനെ ട്രൈ ചെയ്ത് നോക്കണേ. ജസ്റ്റ് ഒരു കവർ എടുത്തിട്ട് അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് കെട്ടി വെച്ചാൽ മതി. അതിലേക്ക് ഞാൻ 2 ചെറുനാരങ്ങ ഉണ്ടായിരുന്നു, അതും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ കെട്ടിയിട്ട് നമ്മൾ മറ്റേ സാധനങ്ങളൊക്കെ വെക്കുന്നത് പോലെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി കേട്ടോ. അടുത്തതായിട്ട് എനിക്കൊരു, ഞാൻ അങ്ങാടിയിൽ നിന്ന് വാങ്ങിയത് തന്നെയാണ്, ഒരു ചേന കഷ്ണം. അത് ഇതുപോലെ ഒരു നൂലിൻ്റെ സഞ്ചിയിലാക്കിയിട്ട് ഞാൻ പുറത്താണ് കേട്ടോ ഇത് വെക്കാറുള്ളത്. ഇത് ഫ്രിഡ്ജിൽ വെക്കൂല കേട്ടോ. അങ്ങനെ ഇതുപോലെ വെച്ചാൽ അതും കേടുവരാതെ സൂക്ഷിക്കാൻ പറ്റും. അടുത്തതായിട്ട് ഞാനൊരു, നിങ്ങളാരും കാണാത്തൊരു ടിപ്പാണ് ഞാൻ ഇവിടെ കാണിച്ചു തരുന്നത്. നമ്മളെ പണ്ടുള്ള കാലത്ത്, അതായത് എൻ്റെ കുട്ടിക്കാലത്തൊക്കെ എൻ്റെ വീട്ടിൽ കിണറില്ലായിരുന്നു. വെള്ളം ഒരു അടുത്ത വീട്ടിൽ നിന്ന് കൊണ്ടുവരേണ്ടിയിരുന്നു കേട്ടോ. അന്നത്തെ കാലം നമ്മളിങ്ങനെ നമ്മളെ മുറ്റത്തൊക്കെ പിലാവ്, തെങ്ങ്, കവുങ്ങ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഓല അതായത് തുഞ്ചം അറ്റം മുറിച്ചിട്ട് ഇതുപോലെ പിലാവിനും തെങ്ങിനും കവുങ്ങിനൊക്കെ കെട്ടി കൊടുക്കാറുണ്ടായിരുന്നു കേട്ടോ. ഇതുപോലെ കെട്ടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് വളരെ യൂസ്ഫുള്ളായിട്ട്, ഇത് വെള്ളം മഴ പെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളം ഇതിൽ നിന്ന് കിട്ടും കേട്ടോ. ഇങ്ങനെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കേണ്ടി. അപ്പോൾ നമുക്ക് ഏറ്റവും യൂസ്ഫുള്ളായൊരു ടിപ്സാണ്. ഒരു വലിയൊരു റമ്മോ കാര്യമൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ടാങ്കിയിൽ വെള്ളമൊന്നുമില്ല, പിന്നെ കിണറൊന്നും ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ പൈപ്പിൽ ഇപ്പോഴത്തെ ഈ ജലനിധി വെള്ളമൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമായ വെള്ളം മഴ പെയ്യുമ്പോൾ നമുക്ക് ശേഖരിച്ച് വെക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണേ. അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ, ഞാനിവിടെ കുറച്ച് ഓല കിട്ടിയപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് എളുപ്പത്തിൽ ചൂലുണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടൊന്ന് നോക്കും. എത്ര ഈസി ആയിട്ടാണെന്നോ അത്രയും ഈ ഓല ഈർക്കിലാക്കി എടുത്തതും ചൂലുണ്ടാക്കിയതൊക്കെ ഇപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കൂ. ഓട്ടക്കോരിയുടെ ഉള്ളിൽ കൂടി നമ്മൾ ഓല വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് ജസ്റ്റ് ഒന്ന് വലിച്ചെടുത്താൽ മതി. ഈസി ആയിട്ട് നമുക്ക് ആ ഒരു ചൂല് ഈർക്കിൾ നല്ല വൃത്തിയിലായി കിട്ടുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ ഉണ്ടാക്കുന്നത് കണ്ടിട്ട് മക്കൾ പറയാണ്, ഇനി നിങ്ങൾ ഉണ്ടാക്കണ്ട, ഞങ്ങൾ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ട് മക്കളും കൂടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് ഉണ്ടാക്കേണ്ട ആവശ്യം വന്നിട്ടില്ല, അവരെന്നെ അത് തീർത്തു തന്നു. അപ്പോൾ ഒട്ടും അടിച്ചിരിക്കണ്ട. ഓല കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഈസി ആയിട്ട് നമുക്ക് ചൂലുണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ ആ ഈള് ഫുള്ള് നമ്മൾ ചൂലാക്കി എടുത്തിട്ടുണ്ട്. എൻ്റെ ടിപ്സുകളെല്ലാം ഇന്ന് ഇത്ര തന്നെ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇന്ന് കാണിച്ച എല്ലാ ടിപ്സുകളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു.
ഇഷ്ടപ്പെട്ടാൽ എന്നും പറയുന്നത് പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും നിങ്ങൾ മറക്കണ്ട കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.